ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഫലൂദ സേമിയയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഫലൂദയുടെ വീഡിയോ ഇട്ടപ്പം പലരും ആവശ്യപ്പെട്ടിരുന്ന ഒരു റെസിപ്പിയാണിത്. ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ അരക്കപ്പ് കോൺഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത്. ഈ കോൺഫ്ലോറിന് പകരമായിട്ട് നമുക്ക് ആരോ റൂട്ട് പൗഡർ, അതായത് നമ്മുടെ നാട്ടിലെ കൂവപ്പൊടി അല്ലെങ്കിൽ കപ്പ ഉണക്കി പൊടിച്ചിട്ടുള്ള ടാപ്പിയോക്ക പൗഡർ, ഇത് രണ്ടും ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ എത്രയാണോ പൗഡർ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം. ഞാനിപ്പോൾ അരക്കപ്പ് പൗഡറിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നു. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സേവനാഴിയാണ്. ഈ സേവനാഴിയിൽ വെച്ചിട്ടാണ് നമ്മളിത് സേമിയാക്കി ചുറ്റിച്ചെടുക്കുന്നത്. ഞാനിത് സേമിയാക്കാനായിട്ട് ഇതിൽ ഇടിയപ്പത്തിൻ്റെ അച്ചാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇതിനകത്തിട്ട് ചുറ്റിച്ചിട്ടാണ് സേമിയാക്കുന്നത്. പിന്നെ നമ്മളിത് ചുറ്റിച്ചെടുക്കുന്നത് നല്ല തണുത്ത വെള്ളത്തിലേക്കാണ്. തണുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ ഐസ് വാട്ടറാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഐസ് വാട്ടറിലേക്ക് ചുറ്റിച്ച് കൊടുത്താലേ ഇത് ശരിയായിട്ട് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ളതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഇത് അടുപ്പിൽ വെക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ടയായി പോകും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി പഞ്ചസാര കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് കലക്കി യോജിപ്പിച്ചെടുക്കണം. ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യമേ ഇത് ചെയ്യാതെ അടുപ്പിൽ വെച്ചിട്ട് കത്തിച്ചതിന് ശേഷമാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഇത് കട്ട കെട്ടിയിട്ട് അടിയിലൊക്കെ പിടിച്ചു പോകും. അതുകൊണ്ടാണ് ഇത് ആദ്യം ചെയ്തിട്ട് നമുക്ക് അടുപ്പിൽ വെക്കാമെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഗ്യാസിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. ഇത് വേഗം തന്നെ കുറുകി വരും. മാത്രമല്ല ഇത് നല്ല പൗഡറല്ലേ, അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കൈവെക്കാതെ നമ്മളിങ്ങനെ ആക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിച്ചിട്ട് പിന്നെ ഇത് നമുക്ക് വിചാരിച്ചതുപോലെ ആയിട്ട് വരില്ല. അപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെ കട്ടയായിട്ട് മാറുന്നുണ്ട്. ഇത് കട്ടയായിട്ട് മാറിയിട്ട് നമുക്കിപ്പോൾ ഇതൊരു പാലിൻ്റെ കളറാണുള്ളത്. ഈ പാൽ കളർ മാറിയിട്ട് ഇതൊന്ന് ട്രാൻസ്പാരൻ്റ് ആയിട്ട് വരും. അതുമാത്രമല്ല ഇത് നമ്മുടെ ഈ പാനിൽ നിന്നൊക്കെ ഒട്ടിപ്പിടിക്കാതെ വിട്ട് വരുന്ന ഒരു സ്റ്റേജിലെത്തുമ്പോഴാണ് നമ്മളിത് മാറ്റുന്നത്. ഇപ്പോൾ ഇത് നല്ലതുപോലെ കട്ടയായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവണം. ഒട്ടും തന്നെ ഇതിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല. അത് വെള്ളമൊന്നും ഇല്ലാതെ നല്ല ഹലുവ പോലത്തെ ഒരു സ്റ്റേജിലെത്തുമ്പോഴാണ് നമ്മളിത് ചുറ്റിച്ചെടുക്കാനായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കളറ് മാറി വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയിട്ട് വന്നാൽ നമുക്കിത് മാറ്റാം. ഇപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇത് നമുക്കിപ്പോൾ ഇത് പാനിലോ അതുപോലെ നമ്മളിത് ചുറ്റിച്ചെടുക്കുന്ന സേവനാഴിയിലോ ഒന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്പാണ്. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല ചേർക്കണം എന്നുള്ള. അപ്പോൾ ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ സേവനാഴിയിലേക്ക് മാറ്റണം. അപ്പം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടോടെ തന്നെ, ചൂട് തണയുന്നത് വരെ ഒന്നും കാത്തു നിൽക്കരുത്. അത് ആ ചൂടോടെ തന്നെ വേണം നമുക്ക് ഇത് സേവനാഴിയിലേക്ക് മാറ്റാനായിട്ട്. എന്നാലേ നമുക്കിത് ചുറ്റിച്ചെടുക്കുമ്പോൾ ആ സേമിയയുടെ ആ ഒരു ടെക്സ്ചറിൽ കിട്ടുകയുള്ളൂ. ചൂട് തണിഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് കട്ടയായി പോകും. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഇത് ചെയ്തെടുക്കണം. അപ്പോൾ കൈ പൊള്ളാതിരിക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. നല്ല ചൂടുള്ളതാണ്. സേവനാഴിയിലേക്ക് എടുക്കുമ്പോൾ സേവനാഴി ഒരു കിച്ചൺ ടവൽ ചേർത്തിട്ട് പിടിച്ചിട്ടില്ലെങ്കിൽ കൈ പൊള്ളും. അപ്പോൾ ഞാനിത് ഇതിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഐസ് വാട്ടറിലേക്ക് ചുറ്റിച്ചെടുക്കണം. നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഈ ഐസ് വാട്ടറിലേക്ക് ചുറ്റിച്ചെടുക്കാം. നല്ല തണുത്ത ഐസ് വാട്ടർ, കുറച്ച് തണുപ്പ് കുറവുള്ള വെള്ളമാണെങ്കിൽ അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ തണുപ്പിച്ചെടുക്കുക. എന്നാലേ നമ്മളിത് ചുറ്റിച്ചെടുത്ത് കഴിയുമ്പോൾ ആ ഒരു സേമിയയുടെ ആ ഒരു പരുവത്തിൽ കിട്ടുകയുള്ളൂ. അല്ലാഞ്ഞാൽ ഇതിനെ വെള്ളത്തിൽ നിന്ന് മാറ്റി കഴിയുമ്പോൾ ഇത് പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയുന്നത് നല്ല തണുത്ത വെള്ളമായിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമുക്ക് ഇതിനകത്തേക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇനി ഇത് ചുറ്റിച്ചതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂർ, ഏറ്റവും ചുരുങ്ങിയത് ഒരു അരമണിക്കൂർ, അതല്ലെങ്കിൽ ഈ നമ്മൾ എടുത്തിട്ടുള്ള ഈ വെള്ളത്തിൻ്റെ തണുപ്പ് പൂർണ്ണമായിട്ടും പോകുന്നത് വരെയുള്ള സമയമെങ്കിലും
ഇതൊന്ന് ഈ വെള്ളത്തിൽ കിടക്കണം. അതുവരെ ഇതിനെ തൊടാനും പിടിക്കാനും ഒന്നും നിൽക്കാത്തതാണ് നല്ലത്. കാരണം നമ്മളിങ്ങനെ എടുത്ത് ഇങ്ങനെ കഴിക്കുമ്പോൾ അതെന്ത് പൊടിഞ്ഞു പോകും. നമ്മൾ ഇത് വെള്ളത്തിൽ നിന്ന് പിന്നീട് ഇത് ഊറ്റി മാറ്റണമല്ലോ, ആ സമയത്ത് ഇത് പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഈ തണുപ്പ് പോവാതെ ഇത് തൊടാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് ഏകദേശം തണുപ്പൊക്കെ മാറി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ല പൂർണ്ണമായിട്ട് ഈ വെള്ളത്തിൻ്റെ തണുപ്പ് പോയതിന് ശേഷം മാത്രം വെള്ളത്തിൽ നിന്ന് നീക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. സേമിയ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. മറ്റൊരു ഡിഷുമായിട്ട് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.